അയ്യോ വണക്കം. ഞാൻ നിങ്ങളെ ആദ്യം ഒരു വീഡിയോ കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. നല്ല ആജാനുബാഹുവായിട്ടുള്ള ഒരു അമേരിക്കൻ പൗരനെ നമ്മുടെ പട്ടാളക്കാർ ഓട്ടിച്ചിട്ട് വിളവാരം പിടിച്ച് കൊണ്ടുവരുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി ആരാണ് ഈ അമേരിക്കൻ പൗരൻ എന്ന് നമുക്ക് നോക്കാം. ഇവൻ്റെ പേര് ജോർദാൻ ബ്രൗൺ എന്നാണ്. എന്താണ് ജോർദാൻ ബ്രൗൺ? ഇവൻ ആരാണ്? ഇവൻ അമേരിക്കയിൽ എന്താണ് ചെയ്യുന്നത്? ഇവനൊരു US നേവി ഉദ്യോഗസ്ഥനാണ്. മുൻ നേവി ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്, അതായത് US നാവിക സേനയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവൻ എന്ന് പറയുന്നത്. അതായത് US ആർമി, അതാണ് ഇവൻ. ഇവനെ പിടിച്ചത് ഉത്തർപ്രദേശിലെ സൊനൌലി എന്ന് പറയുന്ന ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് ഇവനെ പിടിച്ചിരിക്കുന്നത്. അതായത് US പൗരനെ നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചത് നേപ്പാൾ അതിർത്തിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇവൻ എങ്ങനെയാണ് അവിടെ എത്തിയത്? ഇവൻ യഥാർത്ഥത്തിൽ നേപ്പാളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇയാളുടെ കയ്യിൽ പാസ്പോർട്ടില്ല, ഇയാളുടെ കയ്യിൽ സാധുവായിട്ടുള്ള യാതൊരു രേഖകളുമില്ല. അങ്ങനെയാണ് ഇവനെ ഇന്ത്യൻ പട്ടാളം പിടികൂടിയത്. അതിർത്തി കടക്കാൻ അനുമതിയില്ലാത്തൊരു വഴിയാണ് ഇവൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതായത് അനധികൃതമായി അതിർത്തി കടക്കാനുള്ളൊരു ശ്രമമായിരുന്നു ഇവൻ നടത്തിയിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത് ശ്രദ്ധ നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനൊരു US നേവി ഉദ്യോഗസ്ഥനാണെന്ന് ഇവനെ ചോദ്യം ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിന് വല്ലാത്ത പ്രാധാന്യം കൊടുത്തത്. അതിലേക്ക് ഞാൻ വരാം. ഏകദേശം 70 രാജ്യങ്ങളാണ് ഇവൻ സന്ദർശിച്ചിരിക്കുന്നത്. പിന്നീട് ഇവൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇയാൾ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഇവൻ തായ്ലൻഡ് വഴി പാസ്പോർട്ടില്ലാതെ നേരെ ശ്രീലങ്കയിലേക്ക് എത്തി. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രീലങ്കയിൽ നിന്ന് ബോട്ട് മാർഗമാണ് ഇവൻ ഇന്ത്യയിലേക്ക് എത്തിയത് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തി ഇവൻ ഗോവയിലേക്ക് പോയി. ഇവൻ ഗോവയിൽ ഏകദേശം 70 ദിവസത്തോളം ഉണ്ടായിരുന്നു എന്നും അറിയാനായിട്ട് സാധിക്കുന്നു. അവിടെ നിന്നും ഇവൻ എങ്ങോട്ടേക്ക് പോയി? നേരെ ഉത്തർപ്രദേശ് വഴി നേപ്പാളിലേക്ക് കടക്കാനുള്ള പദ്ധതിയായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവൻ ആരാണ്? എന്താണ് ഇവൻ്റെ ഉദ്ദേശം? എന്തിനാണ് ഇവൻ ഇവിടെ വന്നത്? നമുക്കറിയാം, മാത്യു വാൻഡക് എന്ന് പറയുന്ന ഒരു നായയുടെ മോൻ, ഇവനെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, അങ്ങനെ ഉപയോഗിച്ചത് ഏതെങ്കിലും അമേരിക്കൻ സ്നേഹി ഉണ്ടെങ്കിൽ എന്നോട് പുറകണം കേട്ടോ. അപ്പോൾ ഇവനെ നമ്മൾ പിടിച്ചിട്ടുണ്ടായില്ല. ഇവൻ യുക്രൈനിയൻ പൗരന്മാരുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. യുക്രൈൻ്റെ ഒരു പദ്ധതി ഇന്ത്യയിൽ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഇവൻ വന്നത്. നമ്മളെ ഇൻ്റലിജൻസ് വിഭാഗമൊക്കെ ഇപ്പോൾ വളരെ സ്ട്രോങ് ആണല്ലോ, അറിയാമല്ലോ. ഇപ്പോൾ പോരാത്തതിന് നമ്മളിപ്പോൾ കോസ്റ്റൽ ഏരിയാസിലെ LRSHM എന്ന് പറയുന്ന മിസൈലൊക്കെ നമ്മൾ വിന്യസിക്കാനായിട്ട് പോവുകയാണ്. ഏവനെങ്കിലുമൊക്കെ അതുവഴിയൊക്കെ വന്ന് അടിച്ചണ്ണാക്കി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് യുക്രൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, പൗരന്മാരെയൊക്കെ ചേർത്ത് ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ ശേഷം ഇവനെ നമ്മൾ പിടികൂടി. ഇപ്പോൾ ഇവൻ ജയിലിൽ കിടക്കുകയാണ്, മാത്യു വാൻഡക്. ആ ജയിലിൽ കിടന്നുകൊണ്ട് ഇവൻ അലമുറ ഇടുകയാണ്. കാരണം ഇവൻ ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും കഞ്ഞിയും പയറൊന്നും പോരാ, അവന് ബർഗർ ഹോട്ട് ഡോഗ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് അവൻ അലമുറ ഇടുകയാണ്. സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ നിന്ന് തിന്ന് മൂട്ടി ഇങ്ങോട്ട് വന്നാലേ ഇവിടുത്തെ കഞ്ഞിയും പയറൊന്നും പിടിക്കില്ലായിരിക്കും, അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കാം. അങ്ങനെ അവൻ അകത്ത് കിടക്കണം. അപ്പോഴാണ് ജെയിംസ് ബ്രൗൺ എന്ന് പറയുന്ന വേറൊരുത്തനെ പിടിക്കുന്നത്. പോരാത്തതിന് അവൻ 70 ദിവസമായി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, ഒരു നേവി ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വാക്കുകളും അവൻ്റെ വായിൽ നിന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് നേരെ പോകേണ്ടത്, ഞാൻ ഈ ഡോട്ടുകൾ കണക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇനി നമുക്ക് നേരെ പോകേണ്ടത്, ശ്രദ്ധിച്ച് കേൾക്കണം, നേരെ പോകേണ്ടത് അമേരിക്കയിലെ ചില കമ്പനികളിലേക്കാണ്. അമേരിക്കയിലെ ചില കമ്പനികൾ എന്ന് പറയുമ്പോൾ ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ വീണ്ടും പറയാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിൽ വിരമിച്ച സൈനികരുടെ ഒരുപാട് സംഘടനകളുണ്ട്. അതായത് മിലിറ്ററി കമ്പനീസ്, പ്രൈവറ്റ് മിലിറ്ററി കമ്പനീസ്. അമേരിക്ക ഇതിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പ്രൈവറ്റ് മിലിറ്ററി കമ്പനീസിൻ്റെ ഉദ്ദേശം? ഈ പ്രൈവറ്റ് മിലിറ്ററി കമ്പനീസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് എവിടെയെങ്കിലും ഒരു റെജീം ചേഞ്ച് വേണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കലാപം വേണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരാളെ കൊലപ്പെടുത്തണം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അമേരിക്ക എന്ത് ചെയ്യും? ഈ പ്രൈവറ്റ് മിലിറ്ററി സർവീസസ്, PMC, പ്രൈവറ്റ് മിലിറ്ററി കോൺട്രാക്ടേഴ്സ്, ഇവരെ ഏൽപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അമേരിക്കയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ഈ പ്രൈവറ്റ് മിലിറ്ററി. അമേരിക്കയിൽ നിന്ന് വിരമിച്ചെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ആർമി, നേവി, പിന്നെ അമേരിക്കയിലെ എയർഫോഴ്സ്, ഇതിൽ നിന്നൊക്കെ വിരമിച്ച ഉദ്യോഗസ്ഥനാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കമ്പനീസാണ് ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത്. ചുമ്മാ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അക്കാഡമി, പിന്നെ ട്രിപ്പിൾ കനോപ്പി, പിന്നെ ഡിൻ കോർപ്പ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരുപാട്
PMCകളുണ്ട്, പ്രൈവറ്റ് മിലിറ്ററി കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അമേരിക്കയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു റെജീം ചേഞ്ചോ എന്തെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിലോ ഏതെങ്കിലും നേതാക്കന്മാരെ കൊല്ലണമെങ്കിലോ നൈസായിട്ട് ഇവന്മാരോട് പറഞ്ഞാൽ മതി. ഇവന്മാർ ആ രാജ്യത്ത് എങ്ങനെയെങ്കിലും കടന്നുകൂടി പണി നടത്തി തിരിച്ചു വരും എന്നുള്ളതാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് മുൻ US ആർമി, നേവി, മറൈൻ, സ്പെഷ്യൽ ഫോഴ്സസ്, നേവി സീൽസ് അംഗങ്ങളെല്ലാം തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ ചിലപ്പോൾ അമേരിക്കൻ സർക്കാർ, ചിലപ്പോൾ സ്വകാര്യ കമ്പനികൾ, ചിലപ്പോൾ വിദേശ സർക്കാരുകൾ സുരക്ഷാ ജോലികൾക്കായി കരാറടിസ്ഥാനത്തിൽ നിയമിക്കാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ സർക്കാർ വിരമിച്ച സൈനികരുടെ ഒരു ഔദ്യോഗിക കൂട്ടായ്മ ഉണ്ടാക്കി ലോകത്ത് അയക്കുന്നു എന്നുള്ള രീതിയിലല്ല ഇവന്മാർ ലോകത്ത് പോയി പണി നടത്തിയിട്ട് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ഒരു കമ്പനി നമുക്ക് പിക്ക് ചെയ്യാം, ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്ന കമ്പനി. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെൻസി പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഇവന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ നേപ്പാളിൽ ജെൻസി പ്രൊട്ടസ്റ്റ് ഉണ്ടായി. നേപ്പാളിൽ ജെൻസി പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ നേപ്പാളിൽ അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ വെടിയേറ്റ് മരിച്ചു. അപ്പോൾ അന്നത്തെ ഒലി, KP ഒലി, അങ്ങനെ എന്തുമായിരുന്നു അയാളുടെ പേര്, ശർമ്മ ഒലി എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞു, ഞമ്മയാണ് ഞാൻ വെടിവെക്കാൻ പറഞ്ഞില്ല, എവിടെ നിന്നടാ ഈ വെടി വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ഈ വിദ്യാർത്ഥികളുടെ, അറിയാമല്ലോ, സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ എടുത്തിട്ടാൽ അങ്ങ് കത്തും, ഭയങ്കരമായിട്ട് അങ്ങ് കത്തും. അങ്ങനെ കത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളെ ഈ കോക്രോച്ച് പാർട്ടിയുടെ ആ തലവനുണ്ടല്ലോ, അവൻ്റെ പേരാണ് അഭിജിത്ത് ദീപ്കെ, അവൻ US നിന്നാണ് വരുന്നത്. അവൻ ഈ പോലീസിൻ്റെ കാല് പിടിച്ചിട്ട് പോലീസ് അവനെ എണീപ്പിക്കാനായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അവൻ പറയും, സാർ എന്നെ അടിക്കില്ല സാർ, ഞാൻ ഒന്നും ചെയ്തില്ല സാർ, അത് 5 കൊലയും എന്താ തപ്പം പണ്ണതേനാന്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഷോ ഓഫ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവൻ ഇങ്ങനെ നിൽക്കുന്നതും പോലീസുകാരൻ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ ഒരു തലങ്കമാക്കാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല, എല്ലാം ചീറ്റി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേപ്പാളിൽ ഇവന്മാർ എന്ത് ചെയ്തു, ഈ പിള്ളേരെ വെടിവെച്ച് കൊന്നിട്ട് പിള്ളേരുടെ ശവശരീരങ്ങളുടെ ഫോട്ടോ എടുത്തവന്മാർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് അവിടെ ഒരു റെജീം ചേഞ്ച് വരുന്നത്. ബംഗ്ലാദേശിലുണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഇതേ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ നേതാവ് തന്നെ വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ കുറ്റം ആരുടെ തലയിൽ വന്നു? ഇന്ത്യയാണ് വെടിവെച്ച് കൊന്നത് എന്നാണ് പറയപ്പെടുന്നതും അവന്മാർ പറയുന്നതും. പിന്നെ അജ്ഞാതൻ എന്നൊരു സംഭവം പാകിസ്ഥാനിലൊക്കെ ഉണ്ട്. പക്ഷേ അജ്ഞാതൻ ചെയ്യാത്ത കാര്യങ്ങളും അജ്ഞാതൻ്റെ തലയിൽ കൊണ്ടുവച്ചാൽ എങ്ങനെയായിരിക്കും, എന്നിട്ട് അത് ഇന്ത്യയുടെ തലയിൽ കൊണ്ടിടുക. ഇതാണ് അവന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബ്ലാക്ക് വാട്ടർ കമ്പനിക്കകത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇനി നമുക്ക് ബ്ലാക്ക് വാട്ടർ കമ്പനിയുടെ ഒരു ചരിത്രം എന്താണെന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ചിട്ട് വരാം. 1996 ഡിസംബർ 24 മുൻ നേവി സീൽ ഓഫീസർ എറിക് പ്രിൻസ്, അതാണ് അവൻ്റെ പേര്, എറിക് പ്രിൻസ് ആണ് ഈ ബ്ലാക്ക് വാട്ടർ കമ്പനി സ്വകാര്യ സൈനിക കരാറുകാരനായിരുന്നു ഇയാൾ. ആ കമ്പനി സ്ഥാപിക്കുന്നു, ഇത് ഏറ്റെടുത്തു, അതായത് ഒരു കൂട്ടം സ്വകാര്യ നിക്ഷേപകർ ഇത് ഏറ്റെടുത്തു. അക്കാദമി എന്ന് പുനർനാമകരണം ചെയ്തു. അക്കാദമി പിന്നീട് ട്രിപ്പിൾ കനോപ്പിയും കോൺസ്റ്റെല്ലിസ് ഹോൾഡിംഗ്സ് കുടയ്ക്ക് കീഴിൽ മറ്റ് നിരവധി സ്വകാര്യ സുരക്ഷാ സ്ഥാപനങ്ങൾക്കൊപ്പം കോൺസ്റ്റെല്ലിസ് ഗ്രൂപ്പായി ഏകീകരിക്കപ്പെട്ടു. 2002 ബ്ലാക്ക് വാട്ടർ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി സേവനങ്ങൾ നൽകാൻ തുടങ്ങി. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലുള്ള ഏജൻസിയുടെ സ്റ്റേഷന് സുരക്ഷ നൽകുന്നതിന് $5.4 മില്യൺ കരാറുമാർക്ക് ലഭിക്കുന്നു. ഇറാഖിൽ ബ്ലാക്ക് വാട്ടറിൻ്റെ പ്രവർത്തനം 2003 മധ്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2007 ബാഗ്ദാദിലെ നിസൂർ സ്ക്വയർ കൂട്ടക്കൊലയ്ക്ക് ബ്ലാക്ക് വാട്ടർ വലിയ രീതിയിലുള്ള കാരണക്കാരെ അവന്മാരാണ് ഇത് ചെയ്തത്, ആ കൂട്ടക്കൊല. പക്ഷേ അതിൽ അവന്മാർ പിടിക്കപ്പെട്ടു. അതിലെ ഒരു കൂട്ടം ജീവനക്കാർ 17 ഇറാഖി സിവിലിയന്മാരെ കൊല്ലുകയും 20 പേരെ അതിഭീകരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 4 ജീവനക്കാരെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ കുറ്റക്കാരായി കണ്ടെത്തുകയും പിന്നീട് 2020 ഡിസംബർ 22 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവന്മാർക്ക് മാപ്പ് നൽകി പറഞ്ഞയക്കുകയും ചെയ്തു. ഇതാണ് ബ്ലാക്ക് വാട്ടർ കമ്പനിയുടെ ഒരു ചെറിയ ചരിത്രം എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലും ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കി. അബോട്ടാബാദിൽ ഒസാമ ബിൻ ലാദനെ പിടിക്കാൻ ചെന്നപ്പോൾ പോലും അതിൽ യൗമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുപ്രസിദ്ധമായിട്ടുള്ളൊരു കമ്പനി നയിക്കുന്ന അമേരിക്ക ജെൻസി പ്രൊട്ടസ്റ്റുകളിൽ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന യവന്മാർ, അതായത് സ്നൈപ്പേഴ്സ് ഉണ്ട്, ഷാർപ്പ് ഷൂട്ടേഴ്സ്, അവന്മാരെ ഈ കമ്പനീസ് അയക്കും. ഇങ്ങനെ കമ്പനീസ് അയച്ചിട്ട് എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലാൻ പറയും. സ്വാഭാവികമായിട്ടും ജെൻസി പ്രൊട്ടസ്റ്റ് അക്രമാസക്തമാകുമല്ലോ. ആ സമയത്താണ് ഈ വെടിവെപ്പ് നടക്കുന്നത്. എവിടെ നിന്ന് വെടിവന്നു എന്ന് വെടിവെക്കുന്നവർക്ക് പോലും അറിയില്ല. ചിലപ്പോൾ ഇവർ വെടിവെച്ചും കാണൂല. എന്തായാലും കേന്ദ്ര സർക്കാർ ഇവിടെ കർഷക പ്രതിഷേധവും പൗരത്വ നിയമ ഭേദഗതിയും ഒക്കെ നടന്നപ്പോഴും, കശ്മീരിൽ നമുക്ക് ആ ഒരു ഇതില്ല കേട്ടോ, എല്ലാത്തിനെയും അടിച്ച് തൂഫാനാക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കർഷക പ്രതിഷേധം, പൗരത്വ നിയമ ഭേദഗതി, അതിൻ്റെ പ്രതിഷേധമൊക്കെ നടന്നപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും റബ്ബർ ബുള്ളറ്റ് അല്ലാതെ വേറൊരു ബുള്ളറ്റും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. റബ്ബർ ബുള്ളറ്റ് എടുത്ത് അണ്ണാക്കി അടിച്ചോ എന്ന് പറഞ്ഞാൽ അവൻ തിരിഞ്ഞോടാണെങ്കിൽ നേരെ ആസനം നോക്കി വെടിവെക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. റബ്ബർ ബുള്ളറ്റ് അല്ലാതെ വേറൊരു ബുള്ളറ്റ് ഇവന്മാർക്ക് നേരെ ഉപയോഗിച്ചിട്ടില്ല. ഒരു സ്നൈപ്പർ ബുള്ളറ്റ് എങ്ങാനും ഇവന്മാരുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ അവരെ പിടിക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. കാരണം കേന്ദ്ര റബ്ബർ ബുള്ളറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ്
നമ്മുടെ നാട്ടിൽ ഒരു ജെൻസി പ്രൊട്ടസ്റ്റിനുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നത്. ലഡാക്കിൽ സോനം വാങ്ചുക്ക് അത് ഉണ്ടാക്കി അവനെ തട്ടിത്തോളി കയറ്റി നേരെ ജയിലിനകത്ത് എടുത്തിട്ടു. ഇപ്പോൾ അവൻ നേരെ CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി, US നിന്ന് വന്ന അഭിജിത് ദീപ്കയുടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ലിങ്കായിട്ട് അവിടെ പോയി വലിച്ചു കിടക്കുകയാണ്. അഡ്വാൻസ് ആദരാഞ്ജലികൾ എന്ന് മാത്രമേ മോനെ എന്നോട് എനിക്ക് പറയാനുള്ളൂ. നീ വലിച്ച് മരിച്ചു പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനുമ്പോൾ നിന്നെ പിടിച്ച് അകത്തിടും. അതിനുള്ള വകുപ്പ് അവർക്കുണ്ട്. കാരണം നീ നിരാഹാരം കിടന്ന് ചത്തുപോയി കഴിഞ്ഞാൽ കേന്ദ്രം എന്തുകൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്തു കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. അപ്പോൾ അതിന് മുമ്പേ പിടിച്ച് അകത്തിടും, വാക്കത്തെ ട്യൂബിട്ട് വരും. അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇവിടെ രൂപീകരിച്ച് എങ്ങനെയെങ്കിലും പോലീസുകാരെ കൊണ്ട് ദേഹത്ത് കൈവെപ്പിക്കുക, ഒന്ന് അടിക്കുക, തിരിച്ചടിക്കുക, അക്രമാസക്തമാക്കുക. അവൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ ആ പഠിച്ച പണി 18 നോക്കുന്ന ഇവൻ്റെ മുന്നിൽ എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ഇവൻ്റെയും മുന്നിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? ഒന്നും ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഇവന്മാർ നിസ്സഹായരായി പോകുന്ന കാഴ്ചയാണ്. 39 ഡിഗ്രി ചൂടിൽ ആസനം പൊള്ളുമാർ അവിടെ ഇരിക്കും. മഴ പെയ്താൽ മഴയും നനഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒറ്റ മനുഷ്യന്മാർ മൊത്തത്തിൽ ഇതങ്ങ് പൊളിഞ്ഞുപോയി. അങ്ങനെ മൊത്തത്തിൽ ഇത് പൊളിഞ്ഞുപോയി. ഇവിടെ ഒരു പണി നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ ജോർദാൻ ബ്രൗൺ എന്ന് പറയുന്ന ഇങ്ങനൊരു തന്നെ ഒരു US നേവി ഉദ്യോഗസ്ഥനെ നമ്മുടെ അതിർത്തിയിലിട്ട് നമ്മൾ പിടികൂടുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? അത് തന്നെ. അപ്പോൾ അങ്ങനെ ഇവനെ നമ്മൾ പിടികൂടുകയാണ്. ഇവിടെ ഇനി കാര്യം നടക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നേരെ നേപ്പാളിലോട്ട് അവൻ പോകാൻ പോവുകയാണ്. സംഭവം നേപ്പാളിൽ നിന്നൊരു വാർത്ത പുറത്ത് വരുന്നുണ്ട്. നേപ്പാളിൽ വീണ്ടും ഒരു ജെൻസി പ്രൊട്ടസ്റ്റ് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പുറത്ത് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ കാണുമ്പോൾ ജെയിംസ് ബ്രൗണോ ഒരു തന്നെ പിടിച്ച് അമേരിക്കയിൽ നിന്ന് വന്നവൻ നമുക്കെന്ത് തരും എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളല്ലേ അവർ ചിന്തിക്കുന്നത്. അങ്ങനെയായിരിക്കും. അവർക്ക് ഇതിൻ്റെ ഗ്രാവിറ്റി അറിയില്ലല്ലോ. അവർക്ക് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറയുമ്പോഴോ പാകിസ്ഥാൻ വിഭജനം എന്തായാലും, കാരണം ഇതിൻ്റെ ഗ്രാവിറ്റി അറിയാം. അവിടെ നടന്ന കലാപം എന്താണ്, ആ അതിർത്തി ജില്ലകളിൽ താമസിച്ച അതിർത്തി സംസ്ഥാനങ്ങളിൽ താമസിച്ച ആൾക്കാർ ഉണ്ടായിരുന്ന ത്യാഗം എന്താണ്, എന്താണ് ബാധിക്കുക, ഇതൊന്നും നമുക്കറിയില്ല. നമ്മളിതൊന്നും കാരണം നമ്മൾ ഏറ്റവും താഴെ വളരെ സുരക്ഷിതമായി പടവലങ്ങ പോലൊരു സംസ്ഥാനത്താണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കിതൊന്നും അറിയില്ല. ഇനി നമുക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വലിയൊരു യുദ്ധത്തിൻ്റെ പോലും ഇമ്പാക്റ്റ് നമുക്ക് യഥാർത്ഥത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ചൈന വന്ന് എന്താണ് ഈ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ചൈന വല്ല മിസൈലൊക്കെ പറത്തി വിടണം. അതും നമ്മുടെ കേരളത്തിലോട്ട് പറത്തി വിടണം. അതിനാണ് സാധ്യത കൂടുതൽ. പക്ഷേ അത് സംഭവിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇവന്മാരെയൊക്കെ അടപടലം പൂട്ടിക്കഴിഞ്ഞു. മോദി ഇപ്പം 3-4 രാജ്യങ്ങളിൽ അങ്ങേര് പോയി ടൂർ അടിച്ചിട്ട്, നിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ടൂർ അടിച്ചിട്ട് വന്നത് വെറുതെ അല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം. അപ്പോഴേ ഒരു മിസൈൽ ഓടും എന്ന് കാണാനും എന്താണ് ഇതിൻ്റെ ഒരു ഭീതി എന്നൊക്കെ അറിയാനായിട്ട് പറ്റും. അല്ലാത്തപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഈ കമ്മിക്കും സുഡാപ്പിക്കും ഒക്കെ ഇതൊക്കെ എന്താണ് ഒരു യുദ്ധം, നല്ല രസമുണ്ട് കാണാം, പോപ്കോണും കുറച്ചുകൊണ്ടിരുന്ന് കാണാം എന്നുള്ള രീതിയിൽ തോന്നും. അപ്പോൾ അത് ഇവർക്കൊന്നും തോന്നില്ല ഈ ജോർദാൻ ബ്രൗൺ എന്ന് പറയുന്ന ആളെ പിടിക്കുമ്പോൾ. പക്ഷേ ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. എന്തായാലും മാത്യു വാൻഡക്കിൻ്റെ കൂടെ ഇവനും പോയി അകത്ത് കിടന്ന് ഉണ്ട തിന്നാം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ശരി.